ചെന്നൈ സൂപ്പർ കിങ്സിനെ അവസാന ഓവറിൽ വിജയത്തിലേക്ക് 20 റൺസ്. ബോൾ ചെയ്യുന്നത് രാജസ്ഥാൻ്റെ വെറ്ററൻ താരം സന്ദീപ് ശർമ്മ. ക്രീസിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. IPL അവസാന ഓവറിൽ ഇതിലും വലിയ മഹേന്ദ്രജാലങ്ങൾ സമ്മാനിച്ചിട്ടുള്ള തല, അതായത് സാക്ഷാൽ MSD ഇത്തവണയും ടീമിൻ്റെ രക്ഷകനാകുമെന്ന ചെന്നൈ ആരാധകരുടെ പ്രതീക്ഷകൾ തകർത്ത് ആദ്യ പന്തിൽ തന്നെ ധോണി മടങ്ങുകയാണുണ്ടായത്. തുടർന്നുള്ള 5 പന്തുകളിലും ചെന്നൈ ആഗ്രഹിച്ച മാജിക് സംഭവിക്കാതെ പോയി. അതോടെ IPL 18ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ ജയം. ഹായ് ഫ്രണ്ട്സ്, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. IPL 2025 ആവേശ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 റൺസിന് രാജസ്ഥാൻ റോയൽസ് തകർത്തു. സീസണിൽ 3 മത്സരങ്ങളിൽ നിന്ന് ചെന്നൈയുടെ 2ാം തോൽവിയാണിത്. വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് അവസാന സ്ഥാനത്ത് നിന്ന് ഒരു പടി മുന്നോട്ട് കയറി 9ാം സ്ഥാനത്തെത്തി. ചെന്നൈ സൂപ്പർ കിങ്സിനും 2 പോയിന്റ് ആണെങ്കിലും മികച്ച റൺ റേറ്റിൻ്റെ മികവിൽ 7ാം സ്ഥാനത്തുണ്ട്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് നേടി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മറുപടി 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസിൽ അവസാനിച്ചു. 44 പന്തുകളിൽ 7 ഫോറും 1 സിക്സും സഹിതം 63 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. ഇത്തവണ 7ാമനായി ഇറങ്ങിയ ധോണി 11 പന്തിൽ ഓരോ സിക്സും ഫോറും സഹിതം 16 റൺസ് എടുത്ത് പുറത്താവുകയാണ് ഉണ്ടായത്. രവീന്ദ്ര ജഡേജ 22 പന്തിൽ 2 ഫോറും 1 സിക്സും സഹിതം 32 റൺസുമായി പുറത്താകാതെ നിന്നു. മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരേ ഒരു വ്യക്തി രാജസ്ഥാന്റെ റാണ തന്നെയായിരുന്നു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തത് 1 ഡൗണായി ക്രീസിലെത്തി അർദ്ധ സെഞ്ചുറി നേടിയ നിതീഷ് റാണയുടെ ഇന്നിംഗ്സാണ്. 36 പന്തുകൾ നേരിട്ട റാണ 81 റൺസാണ് അടിച്ചുകൂട്ടിയത്. 5 സിക്സറുകളും 10 ബൗണ്ടറികളും റാണ അടിച്ചുകൂട്ടുകയുണ്ടായി. ക്യാപ്റ്റൻ റിയാം പരാഗാകട്ടെ 28 പന്തിൽ 37 റൺസ് അടിച്ചും സഞ്ജു സാംസൺ 16 പന്തിൽ 20 റൺസ് എടുത്തും പുറത്താവുകയാണുണ്ടായത്.